ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കെമിസ്ട്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനെ പറ്റിയിട്ടാണ്. ഹൈഡ്രജൻ എന്നൊരു പോർഷൻ എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹൈഡ്രജൻ എന്ന്. ഹൈഡ്രജന്റെ പ്രതീകം H ആണ്. എച്ച് എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രജനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ നമ്മുടെ ആവർത്തന പട്ടികയിലെ ഏറ്റവും ആദ്യത്തെ മൂലകമാണ്. ആവർത്തന പട്ടിക കണ്ടെത്തിയത് ആരെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടിക എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ആവർത്തന പട്ടിക ഫോം ചെയ്തിരിക്കുന്നത് മൂലകങ്ങളുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ആവർത്തന പട്ടിക പോയിരിക്കുന്നത്. സോ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1. ഈ അറ്റോമിക നമ്പർ മലയാളത്തിൽ പറയുന്നത് അണുസംഖ്യ എന്നാണ്. അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് ഹൈഡ്രജന്റെ അണുസംഖ്യ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഏതൊരു ആറ്റം എടുത്താലും ആ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആണെന്ന് പറയുവാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണം ആ അറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഈ ഹൈഡ്രജന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ ഇല്ല. അപ്പൊ ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകമേത്? ഹൈഡ്രജൻ ആണ്. ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോണുകളില്ലാത്ത മൂലകമാണ്. ഓക്കെ, അതായത് ന്യൂട്രോൺ എത്രയാണ്? 0 ആണ്. സോ ഹൈഡ്രജന് ഒരു സവിശേഷതയുണ്ട്. ലഘുവായ ആറ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ അറിയപ്പെടുന്നത് എന്താണ്? ലഘുവായ ആറ്റം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണ്? ലഘുവായ ആറ്റം എന്നറിയപ്പെടാനുള്ള കാരണം, നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ചുറ്റും ഓർബിറ്റ്സിൽ ഓടുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും ലഘുവായ ആറ്റം ഉള്ളത് ഏതിനാണ്? ഹൈഡ്രജൻ ആണ്. ദെൻ ലഘുവായ, അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഏറ്റവും ചെറിയ ആറ്റം ഏതെന്ന്. അപ്പൊ അത് നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചിരിക്കണം. ഏറ്റവും ചെറിയ മാറ്റമുള്ള മൂലകം ഏതാണ്? അത് ഹീലിയം ആണ്. അത് നമ്മൾ അറ്റോമിക റേഡിയസ് കൺസിഡർ ചെയ്തിട്ടാണ് ചെറിയ ആറ്റം ഉള്ളത് ഹീലിയത്തിനാണെന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഹീലിയവും ഹൈഡ്രജന്റെയും അറ്റോമിക റേഡിയസ് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് അറ്റോമിക റേഡിയസ് ഏറ്റവും കുറവ്? ഹീലിയത്തിനാണ്. അതുകൊണ്ടാണ് ഹീലിയം ചെറിയ ആറ്റവും എന്നാൽ ലഘുവായ ആറ്റം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആയതും. അപ്പൊ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ വാതകം. ഇനി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം, അതുപോലെ തന്നെ വാതകം. ദെൻ പിന്നെന്ത് ചോദിക്കാം? അലോഹം ഏതെന്ന് ചോദിച്ചാലും അതെന്താണ്? അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏത്? ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹമേത്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇതെല്ലാം ഹൈഡ്രജന്റെ ഓരോ സവിശേഷതകളാണ്. ഒത്തിരി സവിശേഷതകളുണ്ട്. അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയതാണ്. ഇത്രയും തിരിഞ്ഞു പോവരുത്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ അഥവാ അണുസംഖ്യ 1 ആണ്. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. ന്യൂട്രോണുകളില്ലാത്ത
മൂലകമാണ് ഹൈഡ്രജൻ. സോ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ചെറിയ ആറ്റം പഠിച്ചിരിക്കണം, അത് ഹീലിയോ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകവും ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം, വാതകം, അലോഹം എന്നിവ നമ്മുടെ ഹൈഡ്രജൻ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഹൈഡ്രജനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഹൈഡ്രജൻ എന്നതിന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്നതിന്റെ അർത്ഥം ജലത്തെ പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന മീനിങ് ആണ് ഹൈഡ്രജനിലുള്ളത്. ഈ ഹൈഡ്രജൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഹെൻറി കാവൻഡിഷ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഡിഷ് കണക്കിന് ഹൈഡ്രജൻ ആണ് കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് ഡിഷ് കണക്കിന് ഹൈഡ്രജൻ ആണ് കണ്ടെത്തിയെന്ന് ഓർമ്മിക്കുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ദെൻ ഹെൻറി കാവൻഡിഷ് കണ്ടെത്തിയ ഈ ഹൈഡ്രജൻ 1766 വർഷം പ്രധാനപ്പെട്ടതാണ്, SRT ബുക്കിലുണ്ട്. ഓക്കെ, അപ്പൊ 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹൈഡ്രജനെ കണ്ടെത്തിയിട്ട് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിളിച്ചത് എന്താണെന്ന് അറിയാവോ? കത്തുന്ന വാതകം, ഇൻഫ്ലമബിൾ ഗ്യാസ്, കത്തുന്ന ഒരു വാതകം ആണ് ഞാൻ കണ്ടെത്തിയത് എന്ന് ഹെൻറി കാവൻഡിഷ് തിരിച്ചറിഞ്ഞു. അതിനെ കത്തുന്ന വാതകം എന്ന് മാത്രമേ ഹെൻറി കാവൻഡിഷ് കണ്ടെത്തിയുള്ളൂ. ഇനി ഹെൻറി കാവൻഡിഷ് കണ്ടെത്തിയ ഈ ഹൈഡ്രജന് പേര് കൊടുത്തത് ആരാണ്? അത് ലാവോസിയെ ആണ്. ലാവോസിയെ ആണ് ഇതിന് പേര് കൊടുത്തത്. അപ്പോ ഹൈഡ്രജന്റെ പേരിടൽ കർമ്മം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. അപ്പൊ അതും ക്ലിയർ ആയി. ലാവോസിയെ എന്താണ് പേരിട്ടത്? ഹൈഡ്രോജീൻസ് എന്ന പേരിൽ നിന്നാണ്. ഹൈഡ്രോജീൻസ് അതായത് ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള പേരിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ഇട്ടത്. ആരാണ് പേരിട്ടത്? ലാവോസിയെ. ഇനി ഹൈഡ്രജൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളെ പറ്റിയിട്ട്. ഹൈഡ്രജന് 2 തരത്തിലുള്ള അലോട്രോപ്സ് അഥവാ രൂപാന്തരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. ഓർത്തോ ഹൈഡ്രജൻ പിന്നെ പാരാഹൈഡ്രജൻ. ഈ ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും എന്ന് പറയുന്ന 2 അലോട്രോപ്സ് അഥവാ രൂപാന്തരങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെയ്സൻബർഗ്. ആരാണ്? ഹെയ്സൻബർഗ്. ഹെയ്സൻബർഗ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹൈഡ്രജൻ ബോംബിനെ പറ്റിയിട്ടാണ്. ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മാരകമായ, ഏറ്റവും സ്ഫോടക കഴിവുള്ള ബോംബാണ് ഏത്? ഹൈഡ്രജൻ ബോംബ്. ഈ ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ ആണ്. എഡ്വേർഡ് ടെല്ലർ. ഓക്കെ, അപ്പോ പിന്നെ ഒന്നാമത് ഓർമ്മിക്കേണ്ടത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. വർഷം 1766 ആണ്. ഇതിന് ഇൻഫ്ലമബിൾ ഗ്യാസ് അഥവാ കത്തുന്ന വാതകം എന്ന് ഹെൻറി കാവൻഡിഷ് വിളിച്ചു. ഇതിന് പേരിട്ടത് ഹൈഡ്രജീൻ എന്ന വേർഡിൽ നിന്നും ഹൈഡ്രജൻ എന്ന പേരിട്ടത് ലാവോസിയർ ആണ്. ദെൻ ഹൈഡ്രജന്റെ 2 അലോട്രോപ്സ് ആയ ഏതൊക്കെ? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും കണ്ടെത്തിയത് ഹെയ്സൻബർഗ് ആണ്. ഹെയ്സൻബർഗ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് എഡ്വേർഡ് ടെല്ലർ ആണ്. ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണ്. ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും സ്ഫോടനാത്മകമായ ബോംബാണ് ഏത്? ഹൈഡ്രജൻ ബോംബ്. അപ്പൊ ഹൈഡ്രജൻ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 4 ശാസ്ത്രജ്ഞന്മാരാണ് ഇവർ. അടുത്തത് ഹൈഡ്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. അതായത് സ്വയം കത്തുന്ന വാതകമാണ് അല്ലെങ്കിൽ സ്വയം കത്തുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ കത്തുന്ന വാതകമാണ്, ഇന്ധന സ്വഭാവം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കിത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത്
സ്ഫോടകാത്മകമായതുകൊണ്ട് നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഭാവിയിൽ പുതിയ രീതിയിലുള്ള കണ്ടെത്തലിലൂടെ എന്തെങ്കിലുമൊക്കെ സുരക്ഷ ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഹൈഡ്രജനെ ഭാവിയിലെ ഇന്ധനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ കത്തുന്ന വാതകം, സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഗാർഹിക ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? അത് സ്ഫോടകാത്മകമാണ്. പക്ഷേ ഭാവിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി ഈ ഹൈഡ്രജൻ ആണ് ഏറ്റവും സുലഭമായിട്ട് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ മൊത്തം ദ്രവ്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3/4 ഭാഗവും 3/4 ഭാഗവും ഹൈഡ്രജൻ ആണെന്നാണ് പറയപ്പെടുന്നത്. ദെൻ അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഭാവിയിലെ ഇന്ധനമായിട്ട് നമ്മൾ ഏതിനെ കരുതുന്നത്? ഹൈഡ്രജനെ കരുതുന്നത്. ഇനി നമ്മുടെ ആവർത്തന പട്ടിക എടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഈ ഹൈഡ്രജൻ എത്രാം ഗ്രൂപ്പ് മൂലകമാണ്? ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും പെടുന്നില്ല. പക്ഷെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും എന്താണെന്ന്? ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്ന സമയത്ത് 1s1 ആണെന്ന് എഴുതാം. പക്ഷേ നമ്മളത് S1 ആയതുകൊണ്ട് 1ാം ഗ്രൂപ്പ് മൂലകമാണെന്ന് പറയും. പക്ഷേ ഈ ഹൈഡ്രജൻ 1ൽ കൂടുതൽ ഗ്രൂപ്പ് മൂലകങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ഹൈഡ്രജനെ എന്തായിട്ട് കരുതാൻ പറ്റത്തില്ല? ഹൈഡ്രജനെ നമുക്ക് 1ാം ഗ്രൂപ്പ് മൂലകത്തിൽ പെട്ടതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരേ ഒരു മൂലകം മാത്രമേ ഉള്ളൂ, അത് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ ഒരേ സമയം തന്നെ ആസിഡ് സ്വഭാവവും കാണിക്കും, പിന്നെ എന്ത് സ്വഭാവവും കാണിക്കും? ആൽക്കലി സ്വഭാവവും കാണിക്കും. ആസിഡ് സ്വഭാവവും കാണിക്കും, ആൽക്കലി സ്വഭാവവും കാണിക്കും. ദെൻ പിന്നെന്തൊക്കെ കാണിക്കും? ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹ മൂലകമാണ്. ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹ മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കത്തുന്ന വാതകമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. ഭാവിയിലെ ഇന്ധനമാണ്. പ്രപഞ്ചത്തിൽ 4/3 ഭാഗവും ഹൈഡ്രജൻ ആണ്. അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഏതിലൊക്കെ പറയണം? സൂര്യന്റെ കേസ് പറയാം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി യുറാനസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഇനി PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സൂര്യനിൽ നടക്കുന്ന തെർമോന്യൂക്ലിയർ പ്രോസസ്സിൽ ഹൈഡ്രജൻ എന്തായിട്ട് മാറുന്നു? എന്താണ് ക്വസ്റ്റ്യൻ? സൂര്യനിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ പ്രോസസ്സിൽ എന്തായിട്ടാണ് ഹൈഡ്രജൻ മാറുന്നത്? ഹൈഡ്രജൻ ഹീലിയമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സൂര്യനിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ പ്രവർത്തനം, അതായത് അവിടെ നടക്കുന്ന സൂര്യനിൽ നടക്കുന്ന എന്താണ്? അണു സംയോജനമാണ് അല്ലേ? അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ഹീലിയമായിട്ടാണ് മാറുന്നത്. അപ്പോൾ സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സിന്റെ പേര് അണു സംയോജനമാണ്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വവും, അണു സംയോജനം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? റഫായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നല്ല കുറേ പോയിന്റ്സുകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 1s1 ആണെന്ന് കരുതിയിട്ട് ഈ ഹൈഡ്രജൻ ഒരിക്കലും ആവർത്തന പട്ടികയിലെ 1ാം ഗ്രൂപ്പ് മൂലകവും അല്ല, ഒരു ഗ്രൂപ്പ് മൂലകവും അല്ല, ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ദെൻ ആസിഡ് സ്വഭാവവും ആൽക്കലി സ്വഭാവവും കാണിക്കുന്നതാണ് ഹൈഡ്രജൻ. ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ. നമ്മുടെ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യം കൂടിയ മൂലകം, കലോറിക് മൂല്യം കൂടിയ ഇന്ധനം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, കലോറിക് മൂല്യം എന്താണ്? അതായത് നമ്മൾ ഏതൊരു ഇന്ധനം എടുത്താലും ആ ഇന്ധനത്തിൽ ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യമുള്ളത് ഹൈഡ്രജൻ ആണ്. എന്താണ് കലോറിക് മൂല്യം? ഏതെങ്കിലും ഒരു മൂലകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ധനം പൂർണ്ണമായിട്ടും
എന്താണ് ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തിന്റെ അളവിനെയാണ് ആ ഒരു ഇന്ധനത്തിന്റെ കലോറിക് മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 1 കിലോ വിറവും 1 കിലോ ഹൈഡ്രജനും 1 കിലോ മറ്റേ പെട്രോളിയവും അങ്ങനെ ഏതെങ്കിലും ഇന്ധനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കത്തിക്കുമ്പോൾ പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ അവിടെ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തിന്റെ അളവ് ആർക്കായിരിക്കും കൂടുതൽ? ഹൈഡ്രജൻ ആയിരിക്കും കൂടുതൽ. സോ കലോറിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഓക്കെ, ദെൻ നമ്മൾ ഹൈഡ്രജൻ സാധാരണ വേപ്പർ ലാമ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഹൈഡ്രജനെ നമ്മൾ വേപ്പർ ലാമ്പിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന കളറ് നീല നിറമാണ്. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹൈനി എന്ന് ഓർമ്മിച്ചാൽ മതി. എന്താണ് ഹൈനി? ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ കളറ് നീല നിറമാണ്. ഇനി ഹൈഡ്രജനെ വ്യാവസായികമായിട്ട് നിർമ്മിക്കാറുണ്ട്. ഈ ഹൈഡ്രജനെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ബോഷ് പ്രക്രിയ. അപ്പൊ ബോഷ് ആയിട്ട് കിട്ടുന്നതാണെന്ന് ഓർമ്മിക്കുക. ഹൈഡ്രജൻ ഇഷ്ടം പോലെ പ്രപഞ്ചത്തിലുണ്ട്. സോ നമ്മൾ പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയാലും അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ബോഷ് ആയിട്ട് കിട്ടുന്നതാണ് ഏത്? ഹൈഡ്രജൻ. അപ്പൊ ബോഷ് പ്രക്രിയയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ആണ് ഏറ്റവും കലോറിക് മൂല്യം കൂടിയ ഇന്ധനം. വേപ്പർ ലാമ്പിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൽ ഉപയോഗിക്കുമ്പോൾ ഹൈഡ്രജന്റെ നിറം അല്ലെങ്കിൽ വേപ്പർ ലാമ്പിന്റെ നിറം നീല നിറമായിരിക്കും. ബോഷ് പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ സംയുക്തങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഹൈഡ്രജൻ സംയുക്തം പറയുമ്പോൾ ജലം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് എന്താണെന്ന് പഠിക്കണം. ഹൈഡ്രജൻ സൾഫൈഡ്. പിന്നെ ഏതാണ് പ്രധാനപ്പെട്ടത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ സംയുക്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ജലമാണ്. ജലം രാസപരമായി എന്താണ്? ഡൈഹൈഡ്രോ മോണോക്സൈഡ് ആണ്. ജലം രാസപരമായി ഡൈഹൈഡ്രോ മോണോക്സൈഡ് ആണ്. ഡൈഹൈഡ്രോ മോണോക്സൈഡ് ആണ് ജലം. ഏറ്റവും വിശിഷ്ട താപധാരിത കൂടിയ പദാർത്ഥമാണ് ജലം. എക്സാമിന് ചോദിക്കും വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. ധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? ജലത്തിനാണ്. എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് നമ്മുടെ ജലത്തിന്റെ വിശിഷ്ട താപധാരിത. അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ജലമാണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഹൈഡ്രജനെ പറ്റി മറ്റൊരു സൂപ്പർ പോയിന്റ് ആണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഏത്? ഏറ്റവും കൂടിയ മൂലകം അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഓക്കെ, ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജന്റെ മറ്റൊരു പ്രത്യേകതയും നമ്മൾ പഠിച്ചു. അപ്പോൾ ജലം രാസപരമായി ഡൈഹൈഡ്രോ മോണോക്സൈഡ് ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജൻ സൾഫൈഡിന്റെ പ്രത്യേകത ഒരു ചീഞ്ഞ മുട്ടയുടെ മണമുള്ള സംയുക്തമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സാധാരണ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2. ഇനി ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഷേപ്പ് പഠിച്ചു വെക്കുക. തുറന്ന പുസ്തകത്തിന്റെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ തുറന്ന പുസ്തകത്തിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്.
ഓക്കെ, അപ്പോൾ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുള്ളത് ഹൈഡ്രജൻ സൾഫൈഡിന്, ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ്, തുറന്ന പുസ്തകത്തിന്റെ ഷേപ്പിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ്, ഏറ്റവും വിശിഷ്ട താപധാരിത കൂടിയ മൂലകം ഹൈഡ്രജൻ, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ജലമാണ്, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ ആണ്. ഇനി നമുക്ക് ഈ ഹൈഡ്രജനെ ഖരാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിലേക്കും മാറുന്നത് പ്രത്യേക ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഹൈഡ്രജൻ ഖരാവസ്ഥയിലേക്ക് മാറുന്നത് -259 ഡിഗ്രി സെൽഷ്യസിലും ഹൈഡ്രജൻ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത് -253 ഡിഗ്രി സെൽഷ്യസിലുമാണ്. അപ്പം മറക്കരുത്, ദ്രവ ഹൈഡ്രജൻ ആണ് നമ്മൾ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഖരാവസ്ഥയിലേക്ക് മാറുന്ന ടെമ്പറേച്ചർ -259 ഡിഗ്രി സെൽഷ്യസും ഹൈഡ്രജൻ ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത് -253 ഡിഗ്രി സെൽഷ്യസിലും ആണ്. ഇനി ഹൈഡ്രജൻ പറയുന്ന സമയത്ത് ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, അതായത് ഹൈഡ്രജന് കുറച്ച് മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മിശ്രിതങ്ങൾ. ഓക്കെ, മിശ്രിതങ്ങൾ പ്രധാനമായിട്ടും ഒന്നാമത്തത് വാട്ടർ ഗ്യാസ്, രണ്ടാമത്തത് പ്രൊഡ്യൂസർ ഗ്യാസ്, മൂന്നാമത്തത് കോൾ ഗ്യാസ്. ഇതിൽ മൂന്നിലും 3 കണ്ടന്റ് ആണുള്ളത്. എല്ലാത്തിലും ഏതുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്താണ്? ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. ഇനി എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും പിന്നെ നൈട്രജന്റെയും കൂടി മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. നൈട്രജന്റെയും കൂടി മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അടുത്തത് കോൾ ഗ്യാസ്. ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മീഥേന്റെയും കൂടി മിശ്രിതമാണ് കോൾ ഗ്യാസ്. അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. വാട്ടർ ഗ്യാസ് ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ ഗ്യാസിൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും നൈട്രജനും, കോൾ ഗ്യാസിൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും പിന്നെ മീഥേനുമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് വനസ്പതി എണ്ണ ഉണ്ടാക്കുന്നത്? വനസ്പതി നെയ്യ്. ഇത് സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജനെ കടത്തിവിട്ടിട്ടാണ് നമ്മൾ വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വനസ്പതി നെയ്യ് നിർമ്മിക്കുന്നത് സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജനെ കടത്തിവിട്ടിട്ടാണ്. ഇനി ജലവും പൊട്ടാസ്യവും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന മൂലകം അല്ലെങ്കിൽ വാതകമാണ് ഹൈഡ്രജൻ. ജലവും പൊട്ടാസ്യവും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത് ഏതാണ്? നമ്മുടെ ഹൈഡ്രജനാണ്. ഇനി ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ സ്വതന്ത്രമാകുന്നു. ഫോർ എക്സാമ്പിൾ H2SO4 ഹൈഡ്രജൻ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റും ഹൈഡ്രജൻ വാതകവും ഉണ്ടാവുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. സോ ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ്? ഏറ്റവും ഹൈ ആയിട്ടുള്ളത് അത് നമ്മുടെ ടിന്നിനാണ്. മൊത്തം 10 ഐസോടോപ്പാണ് ടിന്നിനുള്ളത്. അപ്പോൾ 3 ഐസോടോപ്പുള്ള ഹൈഡ്രജൻ ആണ് ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകം. ഏറ്റവും കൂടുതലുള്ളത് ടിന്നിനാണ്. മൊത്തം 10 എണ്ണമാണ് ഉള്ളത്. അടുത്ത നമ്മൾ അറിയേണ്ടത് അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രോട്ടിയം, രണ്ടാമത്തത് ഡ്യൂട്ടീരിയം, മൂന്നാമത്തത് ട്രിഷ്യം. ഓക്കെ, ഇതിനകത്ത് പ്രോട്ടിയമാണ് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ ഫുള്ള് കാണപ്പെടുന്ന ഐസോടോപ്പാണ്. ഹൈഡ്രജൻ ഐസോടോപ്പാണ് പ്രോട്ടിയം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയൊക്കെ ചോദിക്കാം? ന്യൂട്രോൺ ഇല്ലാത്തത്, അതായത് നമ്മുടെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഐസോടോപ്പാണ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫോം എന്ന് പറയുന്നത് 1H1 ആണ്. 1 അറ്റോമിക നമ്പറും 1 മാസ് നമ്പറും ഉള്ള ന്യൂട്രോൺ ഒന്നും ഇല്ലാത്ത സാധാരണ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന
ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അപ്പോൾ എക്സാമിന് ചോദിക്കും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? അതേതാണ്? അത് പ്രോട്ടിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയമാണ്. ഓക്കെ, അടുത്തത് ഡ്യൂട്ടീരിയം ആണ്. H12 ആണ്. ആ 2-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്ത് മനസ്സിലാക്കാം? ഒരു ന്യൂട്രോൺ ഉള്ളതാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം ഒരു ന്യൂട്രോൺ ഉള്ളതാണ്. ഇനി ഈ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഖനജലം. ഖനജലം എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഖനജലം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആണവ റിയാക്ടറുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഖനജലമാണ്. ഖനജലം എന്താണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഖനജലം. ഓക്കെ, ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തത് ദൃശ്യമാണ്. എന്താണ് ദൃശ്യം? ദൃശ്യമാണ് ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പ്. H1H3 ആണ്. അഥവാ ന്യൂട്രോൺ, 2 ന്യൂട്രോണുകളാണ് ദൃശ്യത്തിലുള്ളത്. ഈ ദൃശ്യത്തിന് ഐസോട്ടോപ്പ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. അപ്പോൾ ഹൈഡ്രജന് ഒരേ ഒരു ഐസോട്ടോപ്പ് മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ. അത് നമ്മുടെ ട്രിഷ്യമാണ്. ട്രിഷ്യത്തിന് എത്ര ഉണ്ട്? 2 ന്യൂട്രോണുകളാണ് ഉള്ളത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പ്രത്യേകതയുണ്ട്? അർത്ത് ആയുസ് ഉണ്ട്. 12.35 വർഷമാണ് നമ്മുടെ ദൃശ്യത്തിന്റെ അർത്ത് ആയുസ്. ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ഹെവി വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഐസോട്ടോപ്പാണ്? സൂപ്പർ ഹെവി വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് ട്രിഷ്യം ആണ്. ഒരു ന്യൂട്രോണും ഇല്ലാത്ത സാധാരണ പ്രപഞ്ചത്തിലെല്ലാം സുലഭമായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം. ഡ്യൂട്ടീരിയം ആണ് ഒരു ന്യൂട്രോൺ ഉള്ള ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ഉപയോഗിക്കുന്ന ഖനജലം. ഏതാണ്? ഡ്യൂട്ടീരിയത്തിന്റെ സംയുക്തമാണ്. ഖനജലത്തിന്റെ എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. അടുത്തത് ട്രിഷ്യം. ട്രിഷ്യത്തിന് 2 ന്യൂട്രോൺസ് ആണുള്ളത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ആണ്. 12.35 വർഷമാണ് ഇതിന്റെ അർത്ത് ആയുസ്. സൂപ്പർ ഹെവി വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിലും അത് ട്രിഷ്യം ആണ്. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രജനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട്, അടുത്ത നമ്മുടെ ഓക്സിജൻ ക്ലാസ്സുകൾക്കായിട്ടും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.